നമ്മൾ കഴിഞ്ഞ ദിവസം ഷെയർ ചെയ്തിരുന്നതാണ് മാർക്കറ്റ് ഈ ലെവലുകളെല്ലാം. ഓക്കെ. കാരണം നമ്മൾ പല യൂട്യൂബിന്റെ തംബ്നെയിൽസും കാര്യങ്ങളൊക്കെ കണ്ട് ആൾക്കാർ പാനിക് ആവുകയാണ് ചെയ്യുന്നത്. കാരണം നല്ല അറിവുള്ളവരായാലും അവർ വ്യൂസും മറ്റും കൂട്ടുന്നതിന് വേണ്ടിയിട്ട് പറയും നിഫ്റ്റി ഇനി എങ്ങോട്ടാണ്, ഇനി വടക്കോട്ടാണോ തെക്കോട്ടാണോ, ഏത് വഴിക്ക് പോകും, അങ്ങനെയുള്ള കാര്യങ്ങൾ, വലിയ ക്രാഷ് ആണോ, മറ്റേ കാര്യങ്ങളൊക്കെ. നമ്മൾ ഇതിന്റെ പിന്നിൽ പോവാൻ നിന്ന് കഴിഞ്ഞാൽ അതിന് മാത്രം സമയം ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മുടേതായ രീതിയിൽ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതെല്ലാം ഇവിടെ ഞാൻ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. നമ്മൾ നമ്മുടെ അനലൈസിൽ ഫോക്കസ് ചെയ്യുക. മാർക്കറ്റ് ക്രാഷ് ആവണമെങ്കിലോ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെതായ റിവേഴ്സൽ ഏരിയകളുണ്ട്. ഇതെല്ലാം നമ്മൾ കറക്റ്റ് ആയിട്ട് ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു ചാർട്ടിൽ ലെവലുകൾ ഇട്ടായിരുന്നു. അപ്പോൾ ആ ലെവലുകളിൽ കണ്ടോ, അവിടെ തന്നെ ഒരു 6 മണിക്കൂറോളം മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തതിനു ശേഷമാണ് മാർക്കറ്റ് കയറിപ്പോയത്. അതുപോലെ തന്നെ ചില റിവേഴ്സൽ സ്റ്റോക്കുകളും നമ്മൾ ഈ പേജിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. പല ആൾക്കാരും മെസ്സേജ് ചെയ്തതിന്റെ പുറകിലാണ് നമ്മൾ അത് ഇടാൻ കാരണം. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ഒരു വ്യൂയോ കാര്യങ്ങളോ നോക്കിയിട്ടുള്ള ഒരു സംഭവമല്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഓർഡിനറി സാധാരണ രീതിയിലുള്ള റെക്കോർഡിങ്സ് തന്നെയാണ് ഞാൻ നിങ്ങളുടെ അതിൽ പ്രസന്റ് ചെയ്യണതും ഇടുന്നതും. ഇവിടെ നമ്മളുള്ള ലെവലുകൾ നമ്മൾ കറക്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഇതിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതുള്ളൂ. മാർക്കറ്റ് എവിടെ നിന്ന് റെസ്പോണ്ട് ചെയ്തെന്നുള്ളതും നമുക്കറിയാം. അപ്പൊ പേജിൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് അറിയണം എന്നുണ്ടെങ്കിലോ മറ്റോ നിങ്ങൾക്ക് എന്തെങ്കിലും ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ട്രെൻഡ് റൈഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളുള്ള ഇൻസ്റ്റാഗ്രാം പേജും. ഓക്കെ. അപ്പൊ അതിലൊക്കെ ആയിട്ട് നമ്മൾ ഡീറ്റെയിൽസ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യും. നമ്മൾ ആകെ ഇത്ര ലെവലുകൾ മാത്രമേ അതിൽ കൊടുത്തിട്ടുള്ളൂ. കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലെവലുകളൊന്നും കൊടുത്തിട്ടില്ല. മേജർ ലെവൽ മാത്രമാണ് നമ്മൾ അതിലിട്ടിട്ടുള്ളൂ. ആ ലെവലിൽ നിന്ന് തന്നെ നിഫ്റ്റി ബൗൺസ് ചെയ്യുന്നുള്ളതാണ് സത്യം. പിന്നെ കൂടാതെ നമ്മൾ ഫോറക്സിന്റെ ട്രേഡുകൾ ചെയ്യുന്നതൊക്കെ അതിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമ്മള് ഇതിനു വേണ്ടിയിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിട്ടോ മറ്റോ അല്ല ഇത് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് കുറെ സ്റ്റോക്കുകളും അന്നത്തെ ദിവസം കൊടുക്കുകയുണ്ടായി. ഇവിടെ ഇങ്ങനെ പല പല സ്റ്റോക്കുകളിലെ റിവേഴ്സലും ബൗൺസിങ് ലെവലുകളൊക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അതൊക്കെ എവിടെയൊക്കെ എങ്ങനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഇതിലുകൊണ്ട് SMLT, IRFC, മൊയൽ, TFC, ITDC ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിലെല്ലാം നല്ല റിവേഴ്സൽ സെറ്റപ്പ് നമുക്ക്, അതായത് ഒരാഴ്ചക്കുള്ളിൽ നമുക്കൊരു 20% അടുത്ത് റിവേഴ്സൽ കിട്ടണമെങ്കിൽ, അതേപോലെ തന്നെ ലംബോദര, ഇതെല്ലാം നമ്മൾ കൊടുത്താണ് 30% ഗെയിനൊക്കെ അത് കൊടുത്തത്. നമ്മുടെ ലെവലുകൾ നമ്മൾ നോക്കാം. അപ്പൊ തമ്മിലുകൾ നോക്കി ഓരോ മാർക്കറ്റ് ക്രാഷോ മറ്റതോ മറിച്ചതിന്റെ പിന്നിൽ പോകാതെ നമ്മൾ നമ്മുടേതായ ട്രേഡിംഗ് സ്റ്റൈൽ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ മാർക്കറ്റിൽ നിന്ന് പഠിക്കുക. ചാർട്ടുകളൊക്കെ നോക്കി അനലൈസ് ചെയ്ത് പഠിക്കാൻ നോക്കും എങ്ങനെ നമ്മൾ ഈ റിവേഴ്സൽ ലെവലുകൾ കൊടുക്കണമെന്ന്. ഇത് ഹാലിന്റെ ലെവല് നമ്മൾ നേരത്തെ കൊടുത്തിരുന്നതാണ്. ഇതെല്ലാം നമ്മൾ കൊടുത്തത്. അപ്പൊ ഇത് ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ജസ്റ്റ് ഒരു വീഡിയോ എടുക്കുന്നത്. കണ്ടോ, നിഫ്റ്റി ഇങ്ങനെ റെസ്പെക്ട് ചെയ്യുമ്പോഴേ നമ്മൾ അതിനെ പറ്റിയിട്ട് അവിടെ ഒരു പോസ്റ്റ് നമ്മൾ കൊടുത്തായിരുന്നു. ആ ലെവലിനെ റെസ്പെക്ട് ചെയ്തത്. അതല്ലാന്നുണ്ടെങ്കിൽ ക്ലീൻ ബ്രേക്ക് ചെയ്ത് നമ്മൾ അടുത്ത ലെവലിലേക്ക് പോകാനാണ് സാധ്യത ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇനി ഈ ലെവലായിരുന്നു നമുക്ക് പിന്നെ ഉള്ളത്. അതായത് ഈ പാരലൽ ചാനലിനുള്ളിലേക്ക് കടന്നു കഴിഞ്ഞാലേ നമുക്ക് അടുത്ത ലെവലുകൾക്ക് ചാൻസുകളുള്ളൂ. ഇത് നമ്മള് NTPC ലെവൽ കൊടുത്തിരുന്നതാണ്. ആ ലെവലിന്റെ ഞാൻ ചാർട്ടിൽ കാണിച്ചു തരാം ഏതൊക്കെ ലെവലുകളാണെന്നുള്ളത്. അതേപോലെ തന്നെ നമ്മളുടെ ITDC, TFCL, ഇതെല്ലാം നമ്മൾ നോക്കാം. നമ്മൾ ലെവലുകൾ കൊടുത്തതിന് ശേഷം ഒരു 20% അപ്രീസിയേഷൻ നമുക്ക് ആ ലെവലുകളിൽ കിട്ടിയിട്ടുള്ളത്. അതിന്റെ വേറൊരു രീതിയിലുള്ള അനലൈസും ഞാൻ ഷെയർ ചെയ്തിരുന്നു. ഇതെല്ലാം നമ്മൾ ഈ ചാർട്ടുകൾ ഷെയർ ചെയ്യുന്നുണ്ട് ഇതിൽ. അതേപോലെ തന്നെ നോക്കുക, നിഫ്റ്റിയുടെ അപ്രീസിയേഷൻ നോക്കി നമുക്കറിയാം. ഇവിടുന്ന് കണ്ടോ, 280 പോയിന്റിന് മേലുള്ള അപ്രീസിയേഷൻ നമുക്ക് അവിടെ നിന്ന് കിട്ടി. ഈ ചാർട്ട് പാറ്റേൺ ഏതെന്ന് മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാര്യം അറിയാം. അതായത് ഒരു ഡ്രോപ്പ് ആണ് ആദ്യം കൊടുത്തത്, പിന്നെ ഒരു ബേസ് ക്രിയേറ്റ് ചെയ്ത്, ഒന്നില്ലെങ്കിൽ നമുക്ക് ഡ്രോപ്പ് ആവാൻ വഴി, അതല്ലെങ്കിൽ റാലി. അപ്പോ DBR ആണ് ഇവിടെ വന്ന സ്ട്രാറ്റജി ബേസ് ചെയ്തിരിക്കുന്നത്. നോക്കാം നമുക്ക് അത് എങ്ങനെ പെർഫോം ചെയ്യുന്ന അടുത്ത ലെവലുകൾ. ഇത് ITDC നമ്മൾ കൊടുത്തിരുന്നു. ഈ ലെവലുകളൊക്കെ നമ്മൾ കൊടുത്തു. കണ്ടോ, നമ്മൾ ആ ലെവലിൽ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഒന്ന് ബൗൺസ് ചെയ്തപ്പോഴേക്കും നമുക്ക് എന്താണ് 20% മൂവ് ആണ്, ഷാർപ്പ് മൂവ് ആണ് അത് കൊടുത്തിരിക്കുന്നത്. റോക്കറ്റ് മൂവ് എന്നൊക്കെ പറയാം നമുക്ക്. അപ്പൊ അങ്ങനെയുള്ള ഇതുകളെല്ലാം നമ്മൾ നമ്മുടെ പേജുകളിൽ ഷെയർ ചെയ്യുന്നുണ്ട്. കാരണം പാവപ്പെട്ട ട്രേഡേഴ്സിനെ സംബന്ധിച്ചിട്ടെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഇങ്ങനെ താഴേക്ക് പോയി കഴിഞ്ഞെങ്കിൽ ഓരോന്നിന്റെ പിന്നാലെ പോയി
ടെൻഷൻ അടിച്ച് പോകും. അപ്പൊ പിന്നെ ഒരു കാര്യം, ഇൻവെസ്റ്റ് ചെയ്യാനുള്ള തീരുമാനമാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിൽ തന്നെ ആയിട്ട് ഉറച്ചു നിൽക്കുക. അതല്ലാതെ പിന്നെ നമ്മളെ ഉറക്കം കെടുത്തുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് രീതിയും ഒരു ട്രേഡിംഗ് രീതിയും നമ്മളെ ഹെൽത്തിന് നല്ലതല്ല എന്ന് മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ കാമായിട്ടുള്ള ട്രേഡിംഗ് സെറ്റപ്പ് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളെങ്കിൽ അത് ചെയ്യാം. അതാണ് എന്റെ ഒരു സെറ്റപ്പ്. അതായത് നമ്മൾ ഉറക്കം കെടുത്തുന്ന നാളെ അതെന്താവും, മറ്റന്നാൾ അതെന്താവും, ഇനി ഇത് താഴേക്ക് പോകും, അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഒരു ട്രേഡ് അല്ല. നമ്മൾ പ്രോപ്പർ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമ്മൾ ഒരു ട്രേഡിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് അത് ചെയ്യാം. കണ്ടോ, ഇത് കറക്റ്റ് ബുക്കിംഗ് ഏരിയയിൽ നിന്ന് താഴേക്ക് അത് റിവേഴ്സ് വന്നു. അപ്പൊ അത് എന്തുകൊണ്ട് റിവേഴ്സ് വന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇതൊരു പാരലൽ ഒരു ചാനൽ വരുന്നുണ്ട്, ഇതിന് ബ്രേക്ക്ഔട്ട് കൊടുത്തിട്ടില്ല. സാധാരണ രീതിയിൽ ഇവിടുന്ന് ഒരു റിവേഴ്സിൽ വരാം. ആ റിവേഴ്സിൽ എവിടെ വരെ വരാം? ഏകദേശം ഒരു 150 ആ റേഞ്ചിലേക്കോ നമുക്ക് വരാവുന്നതാണ്. ഓക്കെ, അതല്ലെങ്കിൽ അത് ഈ ലെവലിനെ വീണ്ടും ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെ മെയിൻ സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെവലിന് മേലെ സസ്റ്റെയിൻ ചെയ്ത് ഇത് ബ്രേക്ക്ഔട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാത്രം നമുക്ക് ഫർദർ ആയിട്ടുള്ള നമ്മളെ ലെവലുകൾ നമ്മളെ ഈ ചാർട്ടുകളിൽ പറഞ്ഞ മാതിരി നമുക്ക് കിട്ടുള്ളൂ. കണ്ടോ, ഞാൻ 3-4 തരത്തിലാണ് അനലൈസ് ചെയ്യുന്നത്. കണ്ടോ, ഈ ലെവലുകളിലേക്കൊക്കെ നമുക്ക് ചാൻസ് ഉണ്ട്. അതിനുള്ള വഴികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് അവിടെ നിന്ന് മാർക്കറ്റ് താഴേക്ക് പോയി എന്നതിനെ പറ്റിയിട്ട് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുന്നുണ്ട്. മനസ്സിലായോ? നമ്മൾ ഒരു ചാനലിൽ അപ്പൊ നമ്മൾ പല രീതിയിൽ അനലൈസ് ചെയ്താലേ ആ വഴികളൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, നമ്മൾ ഇതിൽ പക്ക റിവേഴ്സൽ ഏരിയകളും അതേപോലെ തന്നെ ഏതൊക്കെ ലെവൽ വരെ മൂവ് ആവുന്നുള്ളത് ഈ ഇതിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും അത് നമ്മളെ ടാർഗറ്റ് ഇവിടെ ഉണ്ടെങ്കിലും എന്തുകൊണ്ട് അത് തിരിച്ചു വന്നു എന്നുള്ള തന്നെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കണം. ഇതിന്റെ ലെവലുകളൊക്കെ മുകളിലേക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ഓക്കെ, അപ്പൊ അത് നമുക്ക് ഡിപ്പുകളിലും നമ്മൾ ഈ റേഞ്ചിൽ വരെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും അക്യുമുലേറ്റ് ചെയ്ത് ഓരോ സ്വിങ്ങുകളിൽ മാർക്കറ്റ് താഴെ വന്നാലും മേലേക്ക് പോയാലും നമ്മളെ പ്രോഫിറ്റ് എടുത്ത് മാറി നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ പ്രോഫിറ്റിനെ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇതുപോലെ തന്നെ നമ്മൾ കൊടുത്തിരുന്നാണത് ITDCയുടെ കാര്യം. എന്തുകൊണ്ട് പിന്നെ ഇവിടെ വന്നിട്ട് തിരിച്ചു പോന്നു? അപ്പൊ അതാണ് പറഞ്ഞത്. അപ്പൊ നമ്മുടെ ടാർഗറ്റ് തേർഡ് ടാർഗറ്റിലേക്ക് എത്തി 1, 2, 3 എത്തിക്കഴിഞ്ഞു കഴിഞ്ഞ് ഇനിയിപ്പോ എന്ന് വെച്ചാൽ തേർഡ് ടാർഗറ്റിൽ ഒരു ദിവസം കൊണ്ട്, അതായത് ഇവിടെ വന്ന് രണ്ടാമത്തെ ദിവസത്തിനുള്ളിൽ ഒരു BTST തന്നെ നമുക്കൊരു 20% അപ്രീസിയേഷൻ ഇവിടെ കിട്ടും. അപ്പൊ അങ്ങനെ ഒരു മൂവ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ എപ്പോഴും നല്ല വേഗത്തിലുള്ള പോക്ക് എപ്പോഴും ശാശ്വതമല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ബുക്കിംഗ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കുക, നമ്മുടെ പ്രോഫിറ്റിനെ ലോക്ക് ചെയ്യുക, സേഫ് ആവാം. രണ്ടാമത് റീടെസ്റ്റ് ഏരിയയിൽ ചിലപ്പോൾ ഈ ലെവലിലോ മറ്റോ നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് എടുക്കാം. പ്രോപ്പറായിട്ട് സ്റ്റോപ്പ് ലോസ് ഈ ലെവലുകളിൽ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും മാർക്കറ്റിൽ. അതാദ്യം നമ്മൾ മനസ്സിലാക്കുക. ഇനി ഇതുപോലെ തന്നെ നമ്മൾ ഒരുപാട് സ്റ്റോക്കുകൾ നമുക്ക് കൊടുത്തിരുന്നു. അപ്പൊ ലംബോദരയില് നോക്കുകയാണെങ്കിൽ കണ്ടോ, ആ പാറ്റേൺ നമുക്ക് ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മളെ ഐഡിയൽ ടാർഗറ്റ് റേഞ്ച് ഇത് വരുന്നുണ്ടെങ്കിലും ഇതിനടുത്തുനിന്ന് റിവേഴ്സലായി നമുക്ക് നമ്മുടെ പോയിന്റിൽ നിന്ന് ഏകദേശം 35% അപ്രീസിയേഷൻ കിട്ടി. പിന്നെ നമ്മൾ ഇവിടെ നോക്കാം, ഏകദേശം ഈ റേഞ്ച് വരുമ്പോൾ ഒരു ഡബിൾ ടോപ്പ് റേഷ്യോയിൽ വന്നു കഴിഞ്ഞാൽ ഒരു സപ്പോർട്ടായിട്ട് അവിടെ നിന്ന് അടുത്തൊരു സപ്പോർട്ട് കിട്ടുന്നിടത്തേക്ക് അത് വരാം. ഓക്കെ, അപ്പൊ ആ പോയിന്റിലേക്ക് വന്നിട്ട് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് ആ റീടെസ്റ്റ് പൂർത്തിയാക്കിയാൽ നമുക്ക് നല്ല രീതിയിലുള്ള മൂവ് കിട്ടാം. അപ്പൊ അതേപോലെ തന്നെ നമ്മളുടെ ഈ ലെവലിൽ നിന്ന് ഇവിടെ താഴേക്ക് എത്തുന്നതിന് മുമ്പ് ബൗൺസ് ചെയ്തുകൊണ്ട് അത് അവിടേക്ക് എത്താതെ പോയി. ഇത് വന്നപ്പോൾ പെർസെന്റേജിന്റെ അടുത്തെത്തി. അതേപോലെ തന്നെ അതിന് വേറെ രീതിയിൽ നമുക്ക് കൊടുക്കണമെങ്കിൽ നമ്മൾ ചാർട്ടിൽ കൊടുത്തിട്ടുള്ള നമ്മൾ 175 റേഞ്ച് കൊടുത്തിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. പക്ഷെ അതെന്ത് എത്തി 174 വരെ പോയുള്ളൂ. അതിനടുത്തുനിന്ന് അത് റിവേഴ്സലായി. കറക്റ്റ് ആ ലെവലിനൊക്കെ റെസ്പെക്ട് ചെയ്തിട്ട് പോയിട്ടുണ്ട്. ഇനി അടുത്തത് ഈ റേഞ്ചിൽ ഇതാണ് നമ്മുടെ മേജർ റിവേഴ്സൽ പോയിന്റ് ആയിട്ട് നമുക്ക് വരുന്ന ഏരിയകൾ. അപ്പൊ അവിടെ റെസ്പെക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇവിടെ നിന്ന് നല്ലൊരു മൂവ് കൊടുത്ത് അത് മുകളിലേക്ക് ഇനിയും ടാർഗറ്റുകൾ എടുക്കുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ് അത്. അപ്പൊ നമ്മള് മാർക്കറ്റിന്റെ മൂവ്മെന്റുകൾ കണ്ട് പേടിക്കാതെ നമുക്കതിൽ എന്തെങ്കിലും ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ഉണ്ടോ എന്നുണ്ടെങ്കിൽ നോക്കാം. അതുപോലെ തന്നെ ഇപ്പൊ ഏറ്റവും നല്ല ഫാൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അദാനി ഉണ്ട്. അപ്പൊ അതിലൊക്കെ വ്യൂ നമ്മൾ കുറെ പേര് ഇപ്പൊ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇതിലൊക്കെ നല്ല ചാൻസുകളുള്ള സ്റ്റോക്കുകളൊക്കെ തന്നെയാണ്. നമ്മളുടെ ലെവലുകൾ കാര്യങ്ങളുടെ താഴെ നോക്കി നമ്മുടെ പാൻ ഇതൊന്നും ഇന്നലെ ഒന്നും വരച്ചു വെച്ചിട്ടുള്ള സംഭവമൊന്നുമല്ല. ഇത് നേരത്തെ റെസ്പെക്ട് ചെയ്തിട്ടിരിക്കുന്ന ലെവലുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോ അവിടുന്ന് അത് വന്നിട്ടുണ്ടെങ്കിൽ ആ ലെവലിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നു എന്ന് മാത്രം നമ്മൾ അതിനെ നോക്കണം. അപ്പൊ ഏകദേശം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 2000 അടുത്തുനിന്ന് നല്ലൊരു അപ്രീസിയേഷൻ കിട്ടി. പോരാത്തതിന് ഇത് ഗ്യാപ് തിയറി പഠിക്കുന്നവരെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ, ആ ഗ്യാപ് തിയറിയുടെ അവിടെ നിന്ന് വന്ന് ആ ലെവലിനെ ഒന്ന് റീടെസ്റ്റ് ചെയ്ത് കണ്ടോ, അടിപൊളി സപ്പോർട്ടായിട്ട് വരുന്ന ഏരിയ ആണ് ഇതൊക്കെ. ഇതൊക്കെ നിങ്ങൾക്ക് ചാർട്ടുകൾ നോക്കി മനസ്സിലാക്കാവുന്നതാണ് ഈ ലെവലുകൾ കാര്യം. കണ്ടോ, ആ ലെവലിൽ നിന്ന് അതെന്ത് ചെയ്ത് തിരിച്ചു കയറി അവിടെ സസ്റ്റെയിൻ ചെയ്തപ്പോൾ നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്ത്
നല്ലൊരു മൂവ് തന്നെയാണ് ഇവിടുന്ന് കൊടുത്തിട്ടുള്ളത് ലോവർ ലെവലിൽ നിന്ന്. പോരാത്തതിന് ഉണ്ടോ ഫാളിംഗ് ട്രെൻഡ് ലൈനിന്റെ ഒരു സപ്പോർട്ടിൽ നിന്ന് കയറുമ്പോൾ നമുക്ക് എടുക്കാനുള്ള ചാൻസുകളാണ്. പതറാതെ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ചാൻസുകൾ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഒറ്റ മൂവിൽ തന്നെ അത് കൊടുത്ത പെർസെന്റേജ് തന്നെ 13%ന്റെ അപ്രീസിയേഷൻ ഇൻട്രാഡേയിൽ. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഗ്യാപ്പ് ഫില്ലിംഗ് ഏരിയയാണ് ഈ കൊടുത്തിട്ടുള്ളത് 251 ഏരിയ. അതിന് മേലെ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാലോ അതല്ല ഈ ലെവലിൽ പോയിട്ട് ഒരു റീടെസ്റ്റിന് ഇവിടെ വന്നിട്ട് തിരിച്ചു കയറുമ്പോൾ അടുത്ത ഓപ്പർച്യൂണിറ്റി നമുക്ക് ഈ ലെവൽ വരെ നമുക്ക് ഇതിന് എക്സ്പെക്ട് ചെയ്യാം. ഇനി കാശുള്ള ടീം തന്നെയാണ് ഈ അദാനി. അപ്പൊ അവരെ പറ്റിയിട്ട് ഒരു അലയൻസോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അത് കൈക്കൂലി കേസോ എന്ത് കേസുകളായിക്കോട്ടെ അപ്പൊ അതിനോട് അനുബന്ധിച്ച് വരുന്ന എല്ലാ ഇതുകളെയും മാറ്റാനുള്ള കപ്പാസിറ്റി അവർക്കുണ്ടാവും. അപ്പോ ചെറിയ സംഭവം ഒന്നുമല്ല. നമ്മൾ ഇത് കണ്ട് പാനിക്കായി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്നൊക്കെ ബുക്ക് ചെയ്തുള്ള കാശ് നമ്മൾ വലിയ ലോസിൽ കൊടുക്കും. അത് കഴിയുമ്പോ ഇവൻ തിരിച്ചു കയറി പോകുമ്പോ നമുക്ക് ഉണ്ടാവണ വിഷമം അതിൽ കൂടുതലായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ട്രേഡ് ചെയ്യാം. അപ്പൊ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, മറ്റുള്ള മീഡിയകളോ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ മാർക്കറ്റ് ക്രാഷ് ആവും, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ ഇതുവരെ കൊടുത്തിട്ടുള്ള ട്രേഡുകളും സെറ്റപ്പുകളൊക്കെ മാർക്കറ്റ് ക്രാഷ് ആയിക്കൊണ്ടിരിക്കുമ്പോഴോ അതല്ലെങ്കിൽ തലകീഴെ താഴോട്ട് പൊക്കോണ്ടിരിക്കുന്നതോ ആരും ഒരു പ്രതീക്ഷ ഇല്ലാണ്ട് നിൽക്കുന്ന ലെവലുകളിലായിരിക്കും നമ്മൾ ചാർട്ട് നമ്മളോട് എന്ത് പറയണോ അത് നമ്മൾ ചെയ്യണം. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് പേടിഎം തന്നെ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കഴിഞ്ഞ ഫെബ്രുവരി 25 തുടങ്ങിയിട്ട് ഞാനത് ഷെയർ ചെയ്യുന്നതാണ്. അത് നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവർ അതിന് വേണ്ടിയിട്ട് പേജ് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് അത് ഇപ്പൊ നോക്കാം. നമ്മളുടെ ടാർഗറ്റ് എവിടെ നിന്ന് എവിടെ വരെ എത്തി എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പറഞ്ഞ നമ്മളുടെ പേടിഎം തന്നെ. ഇപ്പൊ നോക്കാം നമ്മുടെ പേഴ്സൻറ്റേജ് എവിടെ എത്തി എന്നുള്ളത് കണ്ടോ. 199.93%ന്റെ റിവാർഡ്. നമ്മുടെ ലെവലുകളും ഇന്നും അന്നും എന്നും അതേപോലെ തന്നെ ഇവിടെ കിടക്കുന്നുണ്ട് നമ്മൾ ഇട്ടിട്ടുള്ളത്. അത് അന്നേ പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ എല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട്. ചാർട്ടിൽ നോക്കാം. ഇത് ഇനി ഒരു മുതൽക്കൂട്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോ ഒരു 200x ഒക്കെ അടുത്തേക്ക് റിവാർഡ് കിട്ടുന്ന ഒരു സ്റ്റോക്ക് നമുക്ക് ചുരുങ്ങിയത് ഒരു 6-7 മാസത്തെ ടൈമിനുള്ളിൽ നമുക്ക് കിട്ടി. അതായത് ഒരു 127 ട്രേഡിംഗ് ഡേക്കുള്ളിൽ ഇപ്പൊ ഇത്രയും ലെവലിലേക്ക് എത്തി. ഇതേപോലെ തന്നെ നമ്മൾ കൊടുത്തിരുന്നതാണ് സോളാര എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോക്കും സംഭവങ്ങളൊക്കെ. അപ്പൊ നമ്മുടെ പേജ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇത് എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നവർക്ക് വേണ്ടി അത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വെറുതെ ലൈക്കോ സംഭവം അടിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഒന്നും നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്ന ആൾക്കാരുടെ അടുത്തേക്ക് ഇത് എത്താനുള്ള ചാൻസുകൾ കുറവാണ്. അപ്പൊ നിങ്ങൾക്ക് റിയൽ ആയിട്ട് പ്രൊമോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ താഴെത്തടയിലുള്ള ആൾക്കാരുടെ ഇടയിൽ ഇത് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് നോക്കാം. നമുക്കപ്പോൾ അടുത്ത ലെവലുകളൊക്കെ ആയിട്ട് അടുത്ത ആഴ്ചയിലേക്കുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വരാം. അപ്പൊ ഓക്കെ, ബൈ. വീഡിയോ ലെങ്ത് ഉണ്ട്, പറ്റുന്നവര് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ നോക്കാം. അല്ലാത്തവര് എന്താണെന്ന് വെച്ചാൽ അവരുടെ ഇഷ്ടം മാതിരിയൊക്കെ ചെയ്യാം. ഓക്കെ, ബൈ.